എനിക്ക് അഷ്റഫ് നേരത്തെ ലിൻഡോ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഈ ഡൈവിങ്ങിന്റെ സാധ്യതകളെ നമ്മൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി കഴിഞ്ഞില്ല എന്നാണ്. തീർച്ചയായും ഡൈവിങ്ങിന്റെ സാധ്യത നമ്മൾ ഈശ്വർ മൽത്തെ അദ്ദേഹമാണ് 2 ദിവസം കുറച്ച് മണിക്കൂറാണ് അദ്ദേഹം മുങ്ങിയത്, മുങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. നേവിയുടെ ആളുകൾ ഈ വെള്ളത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് മുങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ കരയിൽ തെറ്റാണ്. അവർ പറയുന്ന ഒരു കാര്യം, ഒരാൾ 100% ജീവനോടെ അകത്തുണ്ട് എന്നറിഞ്ഞാൽ മാത്രം ഞങ്ങൾ ഒരു 3 നോട്ട്സിലെങ്കിലും വലിയ റിസ്ക് എടുത്ത് ഞങ്ങൾ മുങ്ങുമെന്നാണ് പറയുന്നത്. ഞാനിവിടെ ബഹുമാന്യ ശ്രീമതി താര അവർ പറയുന്നത് ശ്രദ്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഞാൻ എത്തിയ പിറ്റേ ദിവസം കർണാടകത്തിന്റെ മുഖ്യമന്ത്രി അത് നേരിട്ട് കാണാൻ അവിടെ വന്നപ്പോൾ കോഴിക്കോട് എം പി ബഹുമാനായ NK രാഘവനും ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്റെ 10 ദിവസത്തെ രീതിയിൽ കാലാവസ്ഥ മാറി, വല്ലാത്ത മഴ പെയ്ത് ഒരു മണ്ണിടിക്കൽ പോലും ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിലേക്ക് അവിടുത്തെ ജില്ലാ ഭരണകൂടം മാറുന്നൊരവസ്ഥയുണ്ടായി. മുഖ്യമന്ത്രിക്ക് ഒന്ന് നേരിട്ടെല്ലാം കാണാൻ കഴിഞ്ഞതിനെ വിശ്വസിക്കുന്നതിന് കാരണം അന്ന് മീഡിയാസൊക്കെ അകത്ത് കയറ്റിയ സന്ദർഭമായിരുന്നു. പെട്ടെന്ന് എല്ലാവരും കൂടി മുഖ്യമന്ത്രിയും എല്ലാവരും അവിടെ നിന്ന് മാറണം എന്നുള്ള ഒരു രീതിയിൽ അവിടെ നിന്ന് അങ്കോല ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ NK രാഘവനും ഞാനും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പറഞ്ഞു, സർ ഞങ്ങൾക്ക് അർജുന്റെ കാര്യത്തിൽ കുറച്ചും കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ കുടക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. നല്ല ഗൗരവത്തോടു കൂടെ അദ്ദേഹം ഞങ്ങളെ കൂടെ ഇരുത്തി. രാഘവേട്ടൻ എന്നെക്കാളും ഏറ്റവും സീനിയർ ആയിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനാണ്. അർജുന്റെ ലോക്സഭാ മണ്ഡലത്തിൽ MP ആണ്. അദ്ദേഹം എല്ലാ കാര്യം അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ട നടപടികളെ കുറിച്ച് അവിടെ വെച്ചു. മുഖ്യമന്ത്രി ഉടനെ ഞങ്ങളുടെ മുമ്പിൽ സതീഷ് സൈലിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിയമസഭാ സമ്മേളനമാണ്, നിങ്ങൾ വരണ്ട, അർജുന്റെ കാര്യത്തിൽ കോർഡിനേറ്റ് ചെയ്യണം. വൈസ് പ്രസിഡന്റ് പറയുന്ന പിന്നെ നമ്മുടെ NDRFന്റെ ചുമതലയുള്ള SDRFന്റെ ചുമതലയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വൈസ്മതി അയ്യർ അഡീഷണൽ സെക്രട്ടറിയെ ഞാൻ ചുമതലപ്പെടുത്തുന്നു, അവരെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന പറഞ്ഞു. 1-2 അവർ വിളിച്ച മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. 10 ദിവസം ഇപ്പൊ തെരച്ചിൽ തുടരണം, തെരച്ചിൽ നിർത്തി എന്ന് പറയുന്നതിനപ്പുറം ഈ 10 ദിവസത്തെ തെരച്ചിൽ കൊണ്ട് നമുക്ക് 100% ട്രക്കിന്റെ അടുത്ത് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അർജുനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിതിൻ എന്ന് പറയുന്ന അർജുന്റെ കുടുംബം മുഴുവൻ ലോകത്തുള്ള മലയാളികളും അർജുന് വേണ്ടി പ്രാർത്ഥന പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. ഇനിയും ഇതേ രീതിയിൽ ഒരു ചർച്ചയും കാര്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഞാൻ അതാണ് ഇവിടെ വീട്ടിലാന്തരം മുഖ്യമന്ത്രി പോയി സംസാരിക്കണമെന്ന് പറയുന്നതല്ല. മാക്സിമം ഏത് സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ആ സംവിധാനം ഉപയോഗിക്കണം. ഇവിടെ കർണാടകത്തിന്റെ ഗവൺമെന്റ് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഞാനൊക്കെ അത്ഭുതത്തോടു കൂടി കാണുകയാണ് സതീഷ് സൈൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ രാത്രിയും പകലും ഭക്ഷണം പോലും കഴിക്കാണ്ട് ഉറക്കമെടുത്ത് ആ മനുഷ്യൻ നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ പിന്നാലെ ഒരു നിഴല് പോലെ നിന്ന ഒരാളാണ് ഞാൻ. ഇന്നലെ അദ്ദേഹം നിർത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ മംഗാള വൈദ്യ എന്ന് പറയുന്ന ബഡ്സൽ MLA യും കർണാടക അസംബ്ലിയിലെ ഫിഷറീസ് മന്ത്രിയും അവിടെ സ്പോട്ടിലെത്തി. രാജഗോപാൽ MLA യും വിജിൻ MLA യും സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ചോദിച്ചു, സർ നിർത്തിയോ നോക്കി. അപ്പൊ അവർ പറഞ്ഞു DC ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു നിർത്താൻ പാടില്ല, ഞങ്ങളുടെ മന്ത്രിമാര് പറഞ്ഞതാണ്, ഞങ്ങളുടെ സ്റ്റേറ്റ് പറയുന്നുണ്ട്, ഞങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളെ മുഖ്യമന്ത്രിയുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം തീർത്തും പറഞ്ഞു നിർത്തിയിട്ടില്ല. ഞങ്ങൾ കൂടുതൽ അപ്പോഴും കാലാവസ്ഥ മാറുന്നുണ്ട്. അങ്കോല ഗസ്റ്റ് ഹൗസിൽ അടിയന്തരമായി ഒരു യോഗം ഇന്നലെ അദ്ദേഹം വിളിച്ചു ചേർത്തു. ആ യോഗത്തിലും അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും തെരച്ചിൽ നിർത്തില്ല, ഇന്ത്യൻ ആർമിയെ പിൻവലിക്കില്ല, നേവിയെ പിൻവലിക്കില്ല, SDRF ഉം NDRF ഉം ഉണ്ടാകും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താണ് നെക്സ്റ്റ്, നാളെ എന്താണ്? അപ്പൊ അവര് പറയുന്നത് മുങ്ങി താഴ്ന്ന് ട്രക്കിന്റെ അടുത്തേക്ക് എത്തണം. അതിന് ഈ വെള്ളത്തിന്റെ ഗംഗാവലിയുടെ ഈ ഒഴുക്കിൽ അത് അസാധ്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒരു പ്രാദേശിക നല്ല അനുഭവ സമ്പത്തുള്ള ഒരാളോട് ഞാൻ ചോദിക്കുന്നു, ഈ ഗംഗാവലി പുഴ ഒന്ന് തെളിഞ്ഞു വരാൻ എത്ര സമയമെടുക്കുന്നു ചോദിക്കുമ്പോൾ സെപ്റ്റംബർ വരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര വരെ നമുക്ക് കാത്തു നിൽക്കാൻ കഴിയുമോ?